ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് എല്ലാ ജീസസ് വോയിസ് മെസ്സേജിൻ്റെ ശ്രോതാക്കൾക്കും സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 54-ാം തിരുവചനം. അവർ യേശുവിനെ പിടിച്ച് മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിൻചെന്നു. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ 3 ദിവസമായി നാം നോമ്പുകാല ധ്യാനചിന്തയുമായി ബന്ധപ്പെട്ട് പത്രോസിൻ്റെ ജീവിതത്തിലെ വീഴ്ചയുടെ അഥവാ പത്രോസ് യേശുവിനെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറയാനുള്ള കാരണങ്ങളാണ് ധ്യാനിച്ചത്. ഇന്ന് നാം ഇതുമായി ബന്ധപ്പെട്ട് 4-മതൊരു കാര്യമാണ് ധ്യാനിക്കുന്നത്. അത് പത്രോസിൻ്റെ പിന്മാറ്റമാണ്. സദൃശവാക്യങ്ങളിൽ ഇങ്ങനെ ഒരു തിരുവചനം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു: ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ നശിപ്പിക്കുമെന്ന്. ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുവാൻ, കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ, കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവനാണ് ശിഷ്യൻ അഥവാ പത്രോസ്. നാം വായിച്ചു കേട്ട ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 54 പ്രകാരം പത്രോസ് ഇവിടെ കർത്താവിനെ അകലം വിട്ട് അനുഗമിക്കുകയാണ്. നാം വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മുൻപേ പോകുന്ന ബസ്സിൻ്റെ പുറകിൽ കീപ് ഡിസ്റ്റൻസ് എന്നെഴുതിയിരിക്കും. അകലം പാലിക്കുക, അകലം ശ്രദ്ധിക്കുക എന്നൊക്കെയാണ് ഇതിനർത്ഥം. ഇത് അത്യന്താപേക്ഷിതമാണ്. മുൻപേ പോകുന്ന വാഹനം സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ വാഹനത്തിൻ്റെ പുറകിലിടിച്ച് അപകടം വരാതിരിക്കുവാനാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് കാണുന്നത്. ആ അകലം പാലിക്കൽ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ യേശുവിനെ അനുഗമിക്കുവാൻ വിളിക്കപ്പെട്ടവർക്ക് അകലം പാലിക്കുവാൻ അനുവാദമില്ല. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശു തന്നോട് കൂടെ ഇരിപ്പാൻ കർത്താവിൻ്റെ ശിഷ്യന്മാരെ നിയോഗിച്ചു എന്നാണ്. തന്നോട് കൂടെ ഇരിപ്പാൻ. അവിടെ ഒരു അകലം പാലിക്കലിന് പ്രസക്തിയില്ല. കർത്താവിനോട് ചേർന്ന് നടക്കുക. പത്രോസിനെ കർത്താവ് അതിനാണ് വിളിച്ചത്. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും യേശുവിൻ്റെ ശിഷ്യനായ യൂദാസ് ഇസ്കറിയോത്താവും ചേർന്ന് പട്ടാളത്തോടൊപ്പം ഇതാ യേശുവിനെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. ആ സമയം കർത്താവിനൊപ്പം, കർത്താവിനോട് ചേർന്ന് നടക്കുവാനുള്ള പത്രോസ് ഇവിടെ ദൂരവേ അനുഗമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പത്രോസ് കർത്താവിനെ ദൂരവേ അനുഗമിച്ചു, അഥവാ അകലം വിട്ട് യേശുവിനെ അനുഗമിച്ചു. ഈ പത്രോസിനും യേശുവിനും മധ്യയുള്ള അകലമാണ് ഒരു സ്ത്രീയുടെ മുമ്പിലും, അതുപോലെ ഒരു പുരുഷൻ്റെ മുമ്പിലും, മറ്റു ചിലരുടെ മുമ്പിലും ഞാൻ അവനെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറയുവാൻ സംഗതി വന്നത്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നാം രക്ഷിക്കപ്പെട്ട നാളിൽ, കർത്താവിനെ സ്വീകരിച്ച നാളിൽ
കർത്താവിനെ അറിഞ്ഞ നാളിൽ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, പ്രാർത്ഥന, ആരാധന, അടുപ്പം എത്ര ആഴമേറിയതായിരുന്നു. എന്നാൽ ഇന്ന് എങ്ങനെയാണ്? ഈ തിരുവചനങ്ങൾ നമ്മെ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ ശക്തീകരിക്കുമാറാവട്ടെ. ആമേൻ. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ